ആദ്യകാല കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരാധീനതകൾക്ക് നടുവിൽ ബസ്സുകൾ കയറാതായതോടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി ബസ് സ്റ്റാൻഡ് മാറി. വൈദ്യുതി വകുപ്പിന്റെ കേബിളുകൾ സ്റ്റോക്ക് ചെയ്യാനും ചെറുവാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രവുമായി ഇവിടെ മാറിയെന്നാണ് ആക്ഷേപം. ഭൂമിക്ക് ഉൾപ്പെടെ 1 കോടി രൂപയിലേറെയാണ് ഉപ്പുതറ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനായി ചെലവഴിച്ചത്. ആദ്യകാല കുടിയേറ്റ ഗ്രാമത്തിനും ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഒരു തവണയല്ല 2 തവണ ഉദ്ഘാടനം ചെയ്ത ബഹുക്ഷേമമായ ബസ് സ്റ്റാൻഡ്. ഉപ്പുതറ മേച്ചേരിക്കടയിലെ ബസ് സ്റ്റാൻഡ് എന്ന് പേരിട്ട സ്ഥലത്തുള്ളത് 2 ശുചിമുറി മന്ദിരങ്ങളാണ്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പോലും ഒരു ശുചിമുറി മന്ദിരമേ ഉള്ളൂ. മുമ്പ് ഒരു വെയിറ്റ് ഷെഡും ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം തകർന്നു. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അനുഗ്രഹമാകുന്നത് സാമൂഹ്യ വിരുദ്ധർക്കും വൈദ്യുത വകുപ്പിനുമാണ്. വൈദ്യുത വകുപ്പിന്റെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ അനുഗ്രഹപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളും പണിയില്ലാത്ത JCBയും ഇവിടെ പാർക്ക് ചെയ്യുന്നു. ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം അരമണിക്കൂറിലധികം സമയമുള്ള ബസ്സുകൾ ഇവിടെ എത്തി സമയം ചെലവഴിക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിന് വേണ്ടി ഭൂമി വാങ്ങിയത് മുതൽ 1 കോടിയിലധികം രൂപ ഇവിടെ ചെലവിട്ടു. എന്നാൽ ബസ് സ്റ്റാൻഡ് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡ് വർഷങ്ങളായി കാലാകാലങ്ങളായിട്ട് കിടക്കുന്ന അവസ്ഥ ഇത് തന്നെ. പണിയും വീണ്ടും പോവും, വീണ്ടും പണിയും. എന്നെ ചെയ്യാനാ സർക്കാർ രീതികൾ. നല്ലൊരു ബസ് സ്റ്റാൻഡായിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു. പഞ്ചായത്തിൻ്റെ കാര്യമായിരിക്കാം. ഇപ്പോൾ മുളകുണങ്ങാം, പിന്നെ കുറച്ച് വേസ്റ്റ് സാധനം കിട്ടാം, കുറച്ച് ആക്രിയുണ്ട്. 1996-97 കാലഘട്ടത്തിൽ ആരംഭം കുറിച്ച ബസ് സ്റ്റാൻഡാണ് ഇന്നും എവിടെയും എത്താതെ കിടക്കുന്നത്. സന്ധ്യ മയങ്ങിയാൽ പിന്നെ കാറുകളും മറ്റു വാഹനങ്ങളും നിരനിരയായി എത്തും. പിന്നെ ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ പ്രമുഖരായ ആളുകളാവും പിടിയിലാവുന്നത്. തൊപ്പി സംരക്ഷിക്കാൻ ഇവരെ വിട്ട് പോലീസ് പിൻവാങ്ങും. കാര്യങ്ങൾ ഇത്ര സങ്കീർണമായിട്ടും ഉപ്പുതറ പഞ്ചായത്ത് ഭരണാധികാരികൾ മാത്രം ഇതൊന്നും കാണുന്നില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.